നമസ്കാരം. പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വിവാഹം കഴിയുന്നതോടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും തേടിയെത്തുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ നക്ഷത്രക്കാരുടെ വിവാഹത്തിന് ശേഷം മാത്രമേ ഇവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും തേടിയെത്തുകയുള്ളൂ. രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, ഇവയുടെയെല്ലാം ഒത്തുചേരലാണ് വിവാഹം. ഈ ബന്ധം ആരംഭിക്കുമ്പോൾ അത് ദമ്പതികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും പുതിയൊരു അധ്യായം തുറക്കുകയാണ്. സ്നേഹവും വിശ്വാസവും മാത്രമല്ല, ഭാഗ്യവും ഐശ്വര്യവും ഈ ദാമ്പത്യത്തിലൂടെ കടന്നു വരണമെന്നാണ് ഭാരതീയ ജ്യോതിഷം പറയുന്നത്. നക്ഷത്രപ്പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിന് പിന്നിലെ തത്വം പൊരുത്തക്കേടുകൾ ഒഴിവാക്കാനുള്ള ശ്രമം എന്നതിലുപരി പരസ്പരം ഉയർച്ച നൽകുന്ന ഊർജങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രത്തിലും ഓരോ ദശാനാഥന്മാരുണ്ട്. ഈ ദശാനാഥന്മാർക്ക് വ്യക്തിയുടെ ജീവിതഗതിയിൽ നിർണായക സ്വാധീനമുണ്ട്. വിവാഹം എന്ന ബന്ധത്തിലൂടെ ഒരു വ്യക്തിയുടെ ദശാനാഥനും പങ്കാളിയുടെ ദശാനാഥനും തമ്മിലുള്ള ഊർജ വിനിമയം നടക്കുന്നു. ഈ വിനിമയം ചില നക്ഷത്രക്കാർക്ക് വിവാഹശേഷം സവിശേഷമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികവും തൊഴിൽപരവുമായ അഭിവൃദ്ധി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ വിവാഹശേഷം ജീവിതത്തിൽ വലിയ ഉയർച്ച നേടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെയും അതിന് പിന്നിലെ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും നമുക്ക് വിശദമായി പരിശോധിക്കാം. ശുക്രൻ ദശാനാഥനായിട്ടുള്ള രാശിക്കാർക്ക് സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും വഴി തുറക്കും. ശുക്രൻ സൗന്ദര്യം, സമ്പത്ത്, ആഡംബരം, ദാമ്പത്യം എന്നിവയുടെ അധിപനാണ്. ഭരണി, പൂരം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ദശാനാഥനാണ് ശുക്രൻ. ശുക്രൻ ദശാനാഥനായി വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹശേഷം ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശുക്രൻ ദാമ്പത്യത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വിവാഹം ഒരു ഭാഗ്യ അനുഭവമായി മാറും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മുന്നേറ്റമുണ്ടാകും. പലപ്പോഴും പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള സഹായമോ പങ്കാളിയുടെ കഴിവിനാലുള്ള നേട്ടങ്ങളോ ഇവരുടെ ജീവിതത്തിൽ വലിയ ധനാഭിവൃദ്ധിക്ക് കാരണമാകും. പുതിയ വീട്, വാഹനം, സ്വർണം തുടങ്ങിയവ ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കല, ഫാഷൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഹോസ്പിറ്റാലിറ്റി മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവാഹശേഷം പുരോഗതിയും അംഗീകാരവും ലഭിക്കും. വ്യാഴം ദശാനാഥനായിട്ടുള്ളവർക്ക് ധനം, ജ്ഞാനം, സ്ഥിരത ഇവയാണ് ഫലം. ദേവഗുരുവായ വ്യാഴം പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ദശാനാഥനാണ്. ഈ നക്ഷത്രക്കാർക്ക് വിവാഹത്തിലൂടെ വലിയ സാമ്പത്തിക സ്ഥിരതയും ഉയർച്ചയുമാണ് പ്രതീക്ഷിക്കാവുന്നത്. വ്യാഴം പൊതുവെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്, വിദ്യാഭ്യാസം, നിയമം, ധനകാര്യം എന്നീ മേഖലകളിൽ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വിവാഹത്തോടെ ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കാനോ പുതിയ പങ്കാളിത്തം ലഭിക്കാനോ സാധ്യതയുണ്ട്. വിവാഹശേഷം ജീവിതത്തിൽ കൂടുതൽ പക്വതയും ദീർഘവീക്ഷണവും കൈവരും. ഇതെടുക്കുന്ന തീരുമാനങ്ങളിൽ ഗുണകരമായി ഭവിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. പുണർദം നക്ഷത്രക്കാർക്ക് വിവാഹശേഷം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നുള്ള ധനസഹായം വഴി വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞേക്കാം. ഇത് വ്യാഴത്തിന്റെ സാമ്പത്തികവും വിജ്ഞാനപരവുമായ സ്വാധീനത്തെ വ്യക്തമാക്കുന്നു. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചന്ദ്രനാണ്. ചന്ദ്രനെ സംബന്ധിച്ച് മനസ്സ്, മാതൃത്വം, പൊതുജന പിന്തുണ, വികാരങ്ങൾ എന്നിവയുടെ കാരകനാണ്. ചന്ദ്രൻ ദശാനാഥനായ നക്ഷത്രക്കാർ വിവാഹശേഷം മാനസിക സ്ഥിരതയും പൊതുരംഗത്തെ അംഗീകാരവുമാണ് പ്രധാനമായി ലഭിക്കുക. ചന്ദ്രൻ മനസ്സിന്റെ കാരകനായതുകൊണ്ട് തന്നെ നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നതോടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ആശങ്കകളും അനിശ്ചിതത്വങ്ങളും മാറുകയും മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയിൽ, മാധ്യമങ്ങൾ, യാത്രാ വിതരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവാഹശേഷം കൂടുതൽ പ്രശസ്തിയും നേട്ടങ്ങളും ലഭിക്കും. സർക്കാർ ജോലിക്കും അനുകൂലമാണ്. കേതു ദശാനാഥനായിട്ടുള്ള നക്ഷത്രക്കാർ അശ്വതി, മകം, മൂലം നക്ഷത്രക്കാരാണ്. ഇവർക്ക് ആത്മീയത, മോക്ഷം, വിച്ഛേദം, അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്നിവയുടെ ഗ്രഹമാണ് കേതു. നിഗൂഢതകളുടെ ഗ്രഹമായ കേതു ദശാനാഥനായുള്ള നക്ഷത്രക്കാർക്ക് വിവാഹശേഷം ജീവിതത്തിൽ ഒരു വലിയ ദിശാബോധം ലഭിക്കും.
വിവാഹാനന്തരം ഇവരുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും മാറി ആത്മീയമായ അന്വേഷണങ്ങളിലേക്കോ സാമൂഹിക സേവനങ്ങളിലേക്കോ ശ്രദ്ധ തിരിയാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ, അതായത് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്ത്, ലോട്ടറി, നിധി കണ്ടെത്തൽ പോലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കേതുവിനെ കുറിച്ച് ഒരു മിഥ്യാധാരണ നിലവിലുണ്ട്. പലപ്പോഴും കേതുവിനെ ഒരു പ്രതിബന്ധക ഗ്രഹമായി കാണാറുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് വിവാഹം ഒരു കർമ്മബന്ധം പൂർത്തിയാക്കാനും ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്താനും സഹായിക്കുന്നു. ചൊവ്വ ദശാനാഥനായിട്ടുള്ള നക്ഷത്രക്കാർ മകയിരം, ചിത്തിര, അവിട്ടം. ചൊവ്വ ധൈര്യത്തിന്റെയും ഊർജത്തിന്റെയും മത്സരത്തിന്റെയും ഭൂമിയുടെയും ഗ്രഹമായാണ് കണക്കാക്കുന്നത്. പോരാട്ട വീര്യത്തിന്റെ ഗ്രഹമായ ചൊവ്വ ദശാനാഥനായ നക്ഷത്രക്കാർക്ക് വിവാഹത്തോടെ ജീവിതത്തിൽ പുതിയ ഊർജം കൈവരിക്കും. ദാമ്പത്യ ബന്ധം ഇവർക്ക് വലിയൊരു പ്രചോദനമാവുകയും മുമ്പ് മടിച്ചു നിന്ന കാര്യങ്ങളിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. സൈനികം, പോലീസ്, എഞ്ചിനീയറിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ജോലിയിലും ബിസിനസ്സിലും ധൈര്യത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും. പങ്കാളിയുടെ സാന്നിധ്യം ഇവരുടെ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടും. ശനി ദശാനാഥനായിട്ടുള്ള നക്ഷത്രക്കാർ പൂയം, അനിഴം, ഉത്രട്ടാതി. ഈ നക്ഷത്രക്കാർ ശനിയുടെ ദശാനാഥത്വം കൊണ്ട് കഠിനാധ്വാനം, നീതി, സ്ഥിരത, ദീർഘായുസ് എന്നിവ ലഭിക്കുന്നു. കർമ്മഫലദാതാവായ ശനി ദശാനാഥനായ നക്ഷത്രക്കാർക്ക് വിവാഹശേഷം ജീവിതത്തിൽ വലിയ സ്ഥിരതയും അടിത്തറയും ലഭിക്കും. ശനിയുടെ സ്വാധീനം കാരണം വിവാഹത്തോടെ ജീവിതത്തിൽ കൂടുതൽ ബലവും ഉത്തരവാദിത്ത ബോധവും വരും. ഇത് ദീർഘകാല നിക്ഷേപങ്ങൾക്കും സുരക്ഷിതമായി ഭവിക്കുന്ന വഴിയൊരുക്കും. കഠിനാധ്വാനത്തിലൂടെ, എളുപ്പ വഴിയിലൂടെ അല്ലാതെ മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ് ഇവർക്ക് നേട്ടങ്ങൾ കൈവരുന്നത്. പൊതുരംഗത്തും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലും ശോഭിക്കാൻ സാധ്യതയുള്ളവരാണ്. ജ്യോതിഷപരമായ ഈ പ്രവചനങ്ങൾ കേവലം പൊതുവായിട്ടുള്ള സൂചനകൾ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനില, ദശാസന്ധി, ഗോചരം എന്നിവ ആശ്രയിച്ചിരിക്കും യഥാർത്ഥ ഫലങ്ങൾ. വിവാഹശേഷം മാറിമറിയാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. ഒരു ബന്ധത്തിന്റെ വിജയം നിർണയിക്കുന്നത് പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, ക്ഷമ, വിട്ടുവീഴ്ച, മനോഭാവം എന്നിവയാണ്. നക്ഷത്രപ്പൊരുത്തം ഈ ബന്ധത്തിനൊരു ശുഭകരമായ അടിത്തറ നൽകുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് നക്ഷത്രപ്പൊരുത്തം ഒരു മാർഗരേഖയായി സ്വീകരിക്കുക. പക്ഷേ നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ യഥാർത്ഥ താക്കോൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലും പങ്കാളിയോടുള്ള സ്നേഹത്തിലും മാത്രമായിരിക്കണം. ഈ അറിവ് നിങ്ങളുടെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ ദാമ്പത്യം ഐശ്വര്യപൂർണമാകട്ടെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഏവർക്കും ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.